കുറച്ച് ദിവസമായിട്ടേ നല്ല മഴയില്ലേന്നോ അതിൻ്റെ റിസൾട്ടായിട്ട് ഈ കിണറന്തടം നിങ്ങൾ കണ്ടില്ലേ എന്താ ഇപ്പോൾ കോലമായത്. കോലത്തിൻ്റെ പോട്ടെ, ഞാൻ അതിൽ പോയിട്ട് കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോയപ്പോൾ വഴിക്ക് അങ്ങോട്ട് കാലം അങ്ങോട്ട് പോയിട്ടേ തല ചെന്ന് അടിച്ച് വീണ് ചത്തു പോയിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്ന സമയം കൊണ്ട് അതൊക്കെ നന്നാക്കി. ഇവിടെ നന്നാക്കാൻ തന്നെയാണ് പോണത്, നന്നാക്കാഞ്ഞിട്ടല്ല. അനീഷേട്ടനായിട്ടും ഞാനായിട്ടും അമ്മയ്ക്ക് പറ്റുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ല ഉറക്കലുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ മഴയല്ല, നല്ലോണം മഴയ സമയത്ത് നമുക്ക് കിണറിൻ്റെ അടുത്ത് നിൽക്കാൻ പോയടിയാണ്. അപ്പം ഞാൻ അതിന് കണ്ടെത്തിയിട്ടുള്ളൊരു ട്രിക്കാണ് നമ്മളെ പുകക്കൊഴലിൻ്റെ ഉള്ളിലെ കരിയില്ലേ, ഇത് എടുത്തിട്ട് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യണം നന്നായിട്ട് ഉരച്ചാൽ നല്ല ക്ലീൻ ആവട്ടെ. പിന്നെ കുറച്ച് വെണ്ണീർ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ വെണ്ണീറും എടുത്ത് പിന്നെ കുറച്ച് നമ്മളെ എംസാൻഡില്ലേ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാപ്പൻ്റെ അവിടെ പോയി എളാമ്മേൻ്റെ അവിടെ കുറച്ച് കൂട്ടിയിട്ടിരുന്നു. അതിന് ലേശം വാരി കൊണ്ടുവന്ന് അതും എടുത്തിട്ടാണ് നമ്മളെ പണി. അപ്പോൾ ഉരയ്ക്കാനുള്ള ബ്രഷും കാര്യങ്ങളൊന്നും എടുത്ത് നല്ല മഴ വരുന്നുണ്ട്. മഴയത്ത് അവിടെ നിൽക്കാനൊരു പേടിയുണ്ട്. കാരണം കിണർ ഇടിയോ എന്നുള്ള നമ്മൾ അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പേടി. അപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് ആ വഴുക്കലൊന്ന് പോക്കിയിട്ട് ഇപ്പോൾ വെളുപ്പിക്കാനൊന്നും നിൽക്കണില്ല. കാരണം നല്ലോണം ഉരച്ചാൽ വെളുക്കും, പക്ഷെ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വഴുക്കലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറ്റിച്ചൂലെടുത്തിട്ട് കുറച്ച് അങ്ങനെ അടിച്ച് കയറി കളയുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബ്രഷ് എടുത്ത് ഉരച്ചാൽ ആ പൂപ്പലൊക്കെ ശരിക്കും പോകും. ഇപ്പോൾ മുകളിലുള്ള വഴുക്കൽ മാത്രം പോകാനാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളില്ല, നമ്മളെ പുകക്കുഴിൻ്റെ ഉള്ളിലത്തെ കറുത്ത കരിയും വെണ്ണീറും ഈ എംസാൻഡിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല മെനക്കെട്ടൊന്ന് ഉരച്ചാൽ അതൊക്കെ പോയി നല്ല ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഒന്നാമത് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. കറണ്ട് ഇല്ല, വെള്ളമില്ല, പിന്നെ കിണറിൻ്റെ അടുത്ത് നിൽക്കണ പേടി നല്ലോണം ഉണ്ട്. അപ്പോൾ വീഡിയോ എടുത്ത് തരണമൊക്കെ നമ്മളെ നിത്തൂട്ടനാണ്. കുറച്ചൊക്കെ ഞാൻ അവിടെ ഇവിടെ വെച്ചിട്ടൊക്കെ എടുക്കുകയാണ്. നിത്തൂട്ടനോട് പറഞ്ഞപ്പോൾ അപ്പം മഴ ഇങ്ങനെ ചാറി തുടങ്ങണ്ട. അപ്പോൾ ഇത് എത്രത്തോളം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ചൂല് ഉപയോഗിച്ചിട്ട് അടിച്ച് ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ കറുത്ത പാടുകളും കരികളൊന്നും പോകില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ഉരച്ചിട്ടില്ല, പൂപ്പൽ പോകാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൂ, വഴുക്കൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം നിത്തും ഞാനും അനുശേഷനും ഒക്കെ ആയാലും അതിലങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കണതാണ്. അപ്പോൾ തലയടിച്ച് വീണാ പോയി കാര്യം, പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കപ്പോൾ നല്ല സുഖമാണ്. കാരണം എന്താ വെച്ചാൽ കിണർ നിറഞ്ഞെടുക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് തൊട്ടിയിട്ടിട്ട് പൊന്തിക്കാനേ ഉള്ളൂ. അപ്പോൾ കണ്ടോ നിങ്ങൾ കിണറിൽ വെള്ളം. അപ്പം ഇന്ന് കറണ്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഇതുവരെ വന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ കിണറ്റിൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് കഴുകി ഇതാക്കിയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അധികം എൻ്റെ അടുത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. ഏതായാലും കണ്ടോ, ഇതാണൊരു ഇത് വന്നത്. ആ വഴുക്കലൊക്കെ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കറുത്ത ഇതൊക്കെ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചാൽ തന്നെ പോവുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ.